കോൺഗ്രസ് ഇങ്ങനെ കാര്യങ്ങൾ വൈകിപ്പിക്കുന്നതുകൊണ്ട് തന്നെ മൊത്തം UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകാൻ വേണ്ടി പോവുകയാണ് എന്നാണ് പറയാനുള്ളത്. മുസ്ലിം ലീഗ് ഇന്നലെ ശക്തമായ ഭാഷയിൽ ചില എതിർപ്പുകളുമൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം സീറ്റ് ചർച്ചകളിൽ അല്ലെങ്കിൽ സീറ്റ് ധാരണ അടിയന്തരമായിട്ട് തന്നെ പൂർത്തിയാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കോൺഗ്രസ് നേതൃത്വത്തോട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. സീറ്റുകളിൽ എന്തുകൊണ്ട് ധാരണയാവുന്നില്ല എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് കോൺഗ്രസ് തയ്യാറാവണം. കാരണം കേരളത്തിലെ ഘടകകക്ഷികൾ എല്ലാവരും ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഘടകകക്ഷി നേതാവായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ രാത്രിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നത്. കാരണം സീറ്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൊണ്ടല്ലോ. ഈ ജോസഫ് ഗ്രൂപ്പ് കൂടുതലായിട്ടുള്ള സീറ്റുകളൊന്നും ചോദിക്കില്ല. അവരെ സംബന്ധിച്ച് അവർക്കുള്ള സീറ്റുകൾ നിലനിർത്തി കിട്ടണം എന്നുള്ളൊരു ആവശ്യം മാത്രമേ അവർക്കുള്ളൂ. അത് അവരുടെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അവരുടെ ആത്മാഭിമാനത്തിന് മേൽ കത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. 2026 മെയ് മാസത്തോടുകൂടി കേരളം ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. കേരളത്തോടൊപ്പം മറ്റ് 5 സംസ്ഥാനങ്ങൾ കൂടി തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സ്ഥാനാർത്ഥി ചർച്ചകളും സ്ഥാനാർത്ഥി പട്ടിക ഒക്കെ വരുന്നുണ്ട്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ വൈകിപ്പിക്കുന്നതിന്റെ ഒരു സാഹചര്യം? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക മാത്രമല്ല ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഇങ്ങനെ കാര്യങ്ങൾ വൈകിപ്പിക്കുന്നതുകൊണ്ട് തന്നെ മൊത്തം UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകാൻ വേണ്ടി പോവുകയാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഇന്നലെ ശക്തമായ ഭാഷയിൽ ചില എതിർപ്പുകളുമൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം സീറ്റ് ചർച്ചകളിൽ അല്ലെങ്കിൽ സീറ്റ് ധാരണ അടിയന്തരമായിട്ട് തന്നെ പൂർത്തിയാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കോൺഗ്രസ് നേതൃത്വത്തോട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ചില സീറ്റുകളിലൊക്കെ വെച്ചുമാറ്റങ്ങൾ നടത്തേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ചില സീറ്റുകളൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ സീറ്റ് ചർച്ചകൾക്ക് തയ്യാറാവാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. അതായത് ഇപ്രാവശ്യം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും UDF രാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ടും ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാജയം UDFന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി കേരളത്തിലെ UDF സംവിധാനം തന്നെ തകരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന കൃത്യമായ ധാരണയുള്ള ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ചില ഹിഡൻ അജണ്ടകൾ അവർക്ക് മുമ്പിലുണ്ട്. അതായത് ഇപ്പോൾ സുനിൽ കനകലുവിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതായത് കേരള കോൺഗ്രസിൻ്റെ 4ഓളം സീറ്റുകൾ തിരിച്ചെടുക്കുമെന്ന്. ഇത് കോൺഗ്രസ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർ വിചാരിക്കും ഇതൊക്കെ വെറുതെ മാധ്യമ സൃഷ്ടിയാണ്. ഇത് മാധ്യമ സൃഷ്ടിയല്ല. സുനിൽ കനകലുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വാർത്തകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ച് ഇതൊരു പ്രത്യേക തെരഞ്ഞെടുപ്പാണ്, ഇതൊരു ജീവന്മാരുടെ പോരാട്ടമാണ്. അപ്പോൾ അവിടത്തേക്ക് ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നൽകാൻ വേണ്ടിയിട്ട് ഘടകകക്ഷികൾക്ക് സാധിക്കാത്തത് കൊണ്ട് ആ സീറ്റ് ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിം ലീഗിന് മാത്രം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് അത്രയും സീറ്റ് കിട്ടും. ചിലപ്പോൾ 1-2 സീറ്റ് കൂടി കൂടുതൽ നൽകിയേക്കാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ബാക്കി UDFിനകത്തുള്ള എല്ലാ ഘടകകക്ഷികളുടെയും സീറ്റുകളിൽ കുറവുണ്ടാകും എന്നുള്ളതൊരു രാഷ്ട്രീയ സത്യമാണ്. അതുകൂടാതെ തന്നെ നേതാക്കന്മാരുടെ ചില താല്പര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എറണാകുളം DCC പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസിനെ ഇപ്പോൾ പെരുമ്പാവൂർ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം തീരുമാനമാക്കി വെച്ചിരിക്കുന്നതുമാണ്. നമ്മളാണ് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ആദ്യമായിട്ട് പുറത്തേക്ക് പറയുന്നത്. കാരണം ഇങ്ങനെ മുഹമ്മദ് ഷിയാസിനെ പെരുമ്പാവൂരിലേക്ക് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം എൽദോസ് കുന്നപ്പള്ളിയെ DCC പ്രസിഡന്റാക്കും എന്നുള്ള രീതിയിൽ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങൾ വരുന്നത് അത് ഇമ്മീഡിയറ്റ് ആയിരിക്കണം. ഇലക്ഷനുമായിട്ട് വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് മുഹമ്മദ് ഷിയാസിനെ പെരുമ്പാവൂരെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടാവും. സഭയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് എതിർപ്പുകളുണ്ടാവും. അതിനെയൊന്നും തരണം ചെയ്യാനുള്ള ഒരു ശേഷി കോൺഗ്രസ് പാർട്ടിക്കില്ല. അതേസമയം തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ സീറ്റ് വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു UDF വികാരം മൊത്തത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് കോൺഗ്രസ് പാർട്ടി പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഘടകകക്ഷികൾക്ക് വേണ്ടത്ര സ്ഥാനാർത്ഥികൾ അവരുടെ കൈവശമില്ല, അല്ലെങ്കിൽ ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥികളില്ല. അതുകൊണ്ടാണ് തങ്ങൾ ഈ സീറ്റ് കുറച്ചത് അല്ലെങ്കിൽ സീറ്റ് തിരിച്ചെടുത്തത് എന്നൊരു ന്യായീകരണം അവർക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ആ സമയത്ത് ഘടകകക്ഷി നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ മറ്റ് സീറ്റ് നഷ്ടപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കോ ഒന്നും പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അങ്ങനെ അവർ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാർട്ടി പ്രവർത്തകരുടെ എതിർപ്പിന് ഇരയാവും. കാരണം നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് ഇത് അവരുടെ ജീവന്മാരുടെ പോരാട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം എടുക്കുന്ന ഏത് തീരുമാനത്തെയും അവർ അംഗീകരിക്കും.
അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന തീരുമാനത്തോടെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നേതാവ് എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അയാളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ തെരുവിൽ വരെ കോൺഗ്രസ് പ്രവർത്തകർ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിത്വം ഇങ്ങനെ ഓരോ ദിവസവും വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ 10 സീറ്റിൽ നിന്ന് 4 സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുത്തു എന്ന് കരുതുക. ഈ 4 സീറ്റിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തർക്കം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പക്ഷം അവർ മത്സരിക്കാൻ പോകുന്ന 6 സീറ്റുകളിലും കോൺഗ്രസ്സുകാർ കാലുവാരത്തില്ലേ? 6 സീറ്റുകളിലും കോൺഗ്രസ്സുകാർ കാലുവാരത്തില്ലേ? അപ്പോൾ അധികം സമയമില്ലാതെ വരുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് 6 മണ്ഡലങ്ങളുടെ സുരക്ഷിതത്വം ഓർത്തുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് മിണ്ടാതിരിക്കേണ്ടി വരും. അവർ സൈലന്റ് ആയിട്ടിരിക്കും. ഈ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അവലംബിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന കുറെ വിശദീകരണങ്ങളുണ്ട്. ആ വിശദീകരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലമാണ്, അതുകൂടാതെ തന്നെ ഇപ്പോൾ നോമ്പിന്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ഇനിയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും 40 ദിവസങ്ങൾ കൂടിയുണ്ട് തെരഞ്ഞെടുപ്പ് വരാനായിട്ട്. അപ്പോൾ ഈ സ്ഥാനാർത്ഥി ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായിട്ട് റോഡിൽ ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വരുന്ന വലിയ ചെലവ്, ആ ചെലവ് വഹിക്കാനുള്ള ശേഷി ഇന്നത്തെ UDF സംവിധാനങ്ങൾക്ക് ഇല്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ആ വാദങ്ങൾക്കൊക്കെ എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു കാര്യമുണ്ടെന്നായിരിക്കും. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി UDF ഉണ്ടാവുമായിരിക്കാം. ഈ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് ചർച്ച പൂർത്തിയാക്കിക്കൂടെ? ഘടകകക്ഷിയുമായിട്ടുള്ള സീറ്റ് ചർച്ച പൂർത്തിയാക്കാമല്ലോ. ഇപ്പൊ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റ് തന്നെ, നിങ്ങൾ 10 സീറ്റിലേക്കുള്ള ഇന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ 10 സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചോളൂ, അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചോളാൻ പറയൂ. പ്രവർത്തനങ്ങൾ മീൻസ് ചെയ്തൊരു ഗ്രൗണ്ട് വർക്ക് നിസ്സാര ഗ്രൗണ്ട് വർക്കാണോ? ഇപ്പോഴത്തെ കാലത്ത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് വേണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനൊന്നും അവസരം കൊടുക്കാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പാണ് കോൺഗ്രസിന്റെ ഘടകകക്ഷികൾക്കിടയിലുള്ളത്, അല്ലെങ്കിൽ UDFന്റെ ഘടകകക്ഷികൾക്കിടയിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. ഏതെങ്കിലും മുസ്ലിം ലീഗ് തങ്ങളുടെ അതൃപ്തി വളരെ ശക്തമായിട്ട് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാളെയായിരുന്നു ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അത് മാറ്റിവെച്ചു. കാരണം ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കാതെ കോൺഗ്രസ് അങ്ങനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും? അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവത്തില്ല UDFനകത്ത്. ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച ഇതുവരെ പൂർത്തിയായിട്ടില്ല. VD സതീശൻ പറഞ്ഞിരുന്നത് എന്താണ്? ജനുവരി മാസം 15-ാം തീയതിക്കുള്ളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാകും, 20-ാം തീയതിയോടുകൂടി എല്ലാ ചർച്ചകളും അവസാനിക്കും, സ്ഥാനാർത്ഥി പട്ടിക തന്നെ റെഡിയാക്കും എന്നല്ല ലക്ഷ്യയിൽ വെച്ച് പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? പക്ഷെ അതൊക്കെ ഇപ്പൊ എവിടെ പോയി? പറയുന്ന ഓരോ കാര്യങ്ങളും തെറ്റി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം 3 സർവേ ആണ് ശരിക്കും പറഞ്ഞാലുള്ളത്. ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്ന പട്ടിക, പിന്നെ VD സതീശനും സണ്ണി ജോസഫും ഒക്കെ ചേർന്നുകൊണ്ട് കൊടുത്തിരിക്കുന്ന പട്ടിക, പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടുള്ള കുറെ പട്ടിക. ഇതിനെല്ലാം അസസ്മെന്റുകളൊക്കെ നടത്തിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായിട്ട് തീരുമാനിക്കുക. അത് തീരുമാനിച്ചോട്ടെ, അത് കോൺഗ്രസിന്റെ കാര്യം. പക്ഷെ നമ്മളിവിടെ ഉയർത്തുന്ന ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFനകത്തെ ഘടകകക്ഷികളുടെ സീറ്റുകളിൽ എന്തുകൊണ്ട് ധാരണയാവുന്നില്ല എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് കോൺഗ്രസ് തയ്യാറാവണം. കാരണം കേരളത്തിലെ ഘടകകക്ഷികൾ എല്ലാവരും ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഘടകകക്ഷി നേതാവായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ രാത്രിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നത്. കാരണം സീറ്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൊണ്ടല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കണം. കാരണം അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തരുത്. അതായത് UDFലെ ഘടകകക്ഷികളുടെ ഉറക്കം നഷ്ടപ്പെടുത്തരുത്. അവർക്ക് സീറ്റ്, നിങ്ങൾക്ക് ഇന്ന സീറ്റിൽ മത്സരിക്കാം എന്ന ഒരു ധാരണയെങ്കിലും ആക്കി കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ പറയുന്ന പിറവത്ത് അനൂപ് ജേക്കബിന് സീറ്റ് കിട്ടുമോ എന്ന് പോലും അദ്ദേഹത്തിന് സംശയമാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൂടാണ്ട് കോൺഗ്രസിലെ ഇപ്പോൾ ഈ 20 MLA-മാരുടെ കഥ പറയുന്നുണ്ടല്ലോ. ഈ 20 MLA-മാർക്കും സീറ്റ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. കാരണം പ്രഗത്ഭരാണ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല MLA-മാർക്കും ഗ്രൗണ്ടിൽ നിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വളരെ ഗൗരവപൂർവ്വമായിട്ടാണ് സ്ഥാനാർത്ഥി ലിസ്റ്റിനെ സമീപിക്കുന്നത് എന്നൊക്കെയുള്ളത് വാസ്തവമാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കും, മുസ്ലിം ലീഗ് എത്ര സീറ്റിൽ മത്സരിക്കും, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എത്ര സീറ്റിൽ മത്സരിക്കും, RSP എത്ര സീറ്റിൽ മത്സരിക്കും, ബാക്കിയുള്ള ഈ ചെറിയ ഈർക്കിലി പാർട്ടികളൊക്കെ എത്ര സീറ്റിൽ മത്സരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കോൺഗ്രസ് നേതൃത്വം വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ഇതിൽ ഞാൻ വളരെ ഗൗരവത്തോടു കൂടി നോക്കിയൊരു സംഗതി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. കാരണം മുസ്ലിം ലീഗ് ഇത്തവണ എന്താണെങ്കിലും സീറ്റുകൾ അധികം ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം മുസ്ലിം ലീഗ് UDFനെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകമാണ്. ആ നിലയിൽ മുസ്ലിം ലീഗ് ഒരിക്കലും സീറ്റും വെച്ച് മാറ്റിയുള്ള ഒരു ചർച്ചകൾക്ക് എന്താണെങ്കിലും തയ്യാറാവത്തില്ല. മാത്രമല്ല മലബാറിൽ കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരു മുന്നണിക്ക് സംവിധാനത്തിനിടയിൽ തീർച്ചയായിട്ടും വലിയ തർക്കങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്ന ഒരു സംഗതി. മാത്രമല്ല
കോട്ടയത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് വളരെ വലിയ രീതിയിൽ ജോസഫ് ഗ്രൂപ്പ് ഇത്തവണ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചർച്ചകൾ വഴിമുട്ടി പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഭയക്കുന്നത്. ഈ ജോസഫ് ഗ്രൂപ്പ് കൂടുതലായിട്ടുള്ള സീറ്റുകളൊന്നും ചോദിക്കില്ല. അവരെ സംബന്ധിച്ച് അവർക്കുള്ള സീറ്റുകൾ നിലനിർത്തി കിട്ടണം എന്നുള്ളൊരു ആവശ്യം മാത്രമേ അവർക്കുള്ളൂ. അത് അവരുടെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അവരുടെ ആത്മാഭിമാനത്തിന് മേൽ കത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും UDF-നെ സംബന്ധിച്ചിട്ടും വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.